വിശദമായ വാർത്തകളിലേക്ക്. ബാറുകളുടെ ലൈസൻസ് ഫീസ് മടക്കി നൽകിയതിനെ കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ വിജിലൻസിന് കത്ത് നൽകി. മുൻമന്ത്രി കെ ബാബുവിനെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ലൈസൻസ് ഫീസ് മടക്കി നൽകിയതിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടായതായും ഏജ് ചൂണ്ടിക്കാട്ടി. കത്ത് സുപ്രീം കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ്. സന്തോഷ്, ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങുന്ന ചില സാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തൊക്കെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതിലുള്ള വിവരങ്ങൾ? ജിംഷാദ്, കെ ബാബു എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് ബാർ ലൈസൻസ് ലഭിച്ച 3 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് 22 ലക്ഷം രൂപ ലൈസൻസ് ഫീസായി മുൻകൂറായി വാങ്ങിയിരുന്നു. എന്നാൽ 10 മാസത്തോളം ലൈസൻസ് നൽകുന്നതിൽ കാലതാമസം ഉണ്ടാക്കി. ഈ കാലതാമസം പരിഗണിച്ച് ബാറുകൾ പ്രവർത്തിക്കാത്ത 10 മാസത്തെ ലൈസൻസ് ഫീ മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ബാർ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ബാറുകൾക്ക് അനുകൂലമായി ഈ ഹൈക്കോടതി വിധിയുണ്ടായി. തുടർന്ന് 10ൽ 4 ബാറുകൾക്ക് മാത്രം ലൈസൻസ് ഫീ മടക്കി നൽകി. അതിനുശേഷം 6 ബാറുകൾക്കെതിരെ സർക്കാർ അപ്പീൽ നൽകി. പക്ഷെ ഇത് തള്ളിപ്പോയിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നൽകിയ ഹർജിയിലാണ് 4 ബാറുകൾക്ക് മാത്രം ഫീസ് മടക്കി നൽകിയതിൽ പോലും വൻ സാമ്പത്തിക ബാധ്യത വന്നതായി സർക്കാർ ചൂണ്ടിക്കാട്ടി. കൂടാതെ വിവേചനപരമായി ഈ 6ൽ 4 ബാറുകൾക്ക് മാത്രം ലൈസൻസ് നൽകിയതിൽ ദുരൂഹതയുണ്ട് എന്നും വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം നിർദ്ദേശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ കത്തിന്റെ പകർപ്പും സുപ്രീം കോടതിയിൽ ഹാജരാക്കി. സർക്കാർ വാദം അംഗീകരിച്ച സുപ്രീം കോടതി ഈ ബാറുകൾക്ക്, ഇനിയുള്ള ബാറുകൾക്ക് സമാനമായ കേസിൽ പണം മടക്കി നൽകുന്നത് ചെയ്തിട്ടുമുണ്ട്. ശരി, സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്.